ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ മാസത്തിന്റെ ആരംഭ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാവകാശമൊരുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഈ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ മാസം ഒരു അനുഗ്രഹവും വലിയ വിടുതലും നമ്മളിൽ നടക്കേണ്ടതിനാൽ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ: ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. 9-ാം മാസത്തിന്റെ ആരംഭ ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വീണ്ടും ആ വചനത്തിന്റെ ആഴം ഒന്ന് വിവരിച്ച് പറഞ്ഞാട്ട്, നമ്മുടെ നാവ് കൊണ്ട് അത് ഉച്ചരിച്ച് ബലപ്പെട്ടാട്ട് വിടുവിക്കുന്ന ഒരുവനുണ്ട്. അവൻ സിയോനിൽ നിന്ന് വരും. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനായവൻ തന്റെ ജനത്തിനു വേണ്ടി ഇനി ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അപക്തിയെ മാറ്റും. ഈ ദുഷ്ടലോകത്തായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ഭക്തിയെ തകർത്ത് കളഞ്ഞുകൊണ്ട് ശത്രു ജയമെടുക്കുന്ന മേഖലകളിൽ നിന്ന് ഒരു വലിയ വിടുതല് ഈ പകൽക്കാലം ആഗ്രഹിക്കട്ടെ. അവൻ നമ്മളിലെ അഭക്തിയെ മാറ്റും. ഒരു പുതിയ ഹൃദയമുള്ളവരായി, ഒരു പുതിയ തീരുമാനമുള്ളവരായി, ആ ശക്തിയുള്ളവരായി, ബലമുള്ളവരായി ഈ 9-ാം മാസം നമുക്ക് ആരംഭിക്കാം. എന്നെ വിടുവിപ്പാൻ ഒരുവൻ വരും, എന്റെ കർത്താവിന്റെ കരങ്ങളെപ്പിക്കും. എന്നിലെ അഭക്തിയെ മാറ്റും. എന്നെ ബലവാനും ധൈര്യമുള്ളവനാക്കി മാറ്റുന്ന ആ വലിയ ദൈവത്തിൽ കരങ്ങളിൽ ഇന്ന് പകലുമേൽപ്പിച്ച പ്രത്യാശയോടെ ധൈര്യത്തോടെ ആയിരിക്കാം. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.